ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് എൻ ജി ശ്രീകുമാറിൻ്റെ ടീമിൻ്റെ ഗാനമേളയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 മണിയായി. അത്യാവശ്യം ആളുകളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. ഹായ് ബ്ലാക്ക് ക്യാറ്റ്സ്. ഓ, ഫ്ലാറ്റ് മാറിപ്പോയി, ആവേശം കുറച്ചുകൂടി പോയി. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഭാഗത്താണ് പാർക്കിംഗ് ഏരിയ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന സമയത്ത് കുറേ അപ്പുറത്തുള്ള ഒരു പൊടിയൊക്കെ നിറഞ്ഞൊരു ഗ്രൗണ്ടിലായിരുന്നു നമ്മുടെ പാർക്കിംഗ് ഏരിയ. പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് പൊടി ഏതാ വണ്ടി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വണ്ടി മാറിയിരുന്നു. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഉറപ്പുള്ള മണ്ണാണ്, വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇതുപോലെ ഒരു 6-7 പാർക്കിംഗ് ഏരിയ ഈ ഭാഗത്തുണ്ട്. പാർക്കിംഗ് അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നല്ല ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് ഞാൻ ഓൾറെഡി എടുത്തതാണ്. നമുക്കപ്പോൾ മുന്നോട്ട് പോകാം. ആളുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഞാൻ ഇന്ന് കുറച്ച് പെട്ടെന്ന് വന്നു. അപ്പോൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ക്രൗഡ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഹാ, കൊള്ളാമല്ലോ ഇത്. രാത്രിയാകുമ്പോൾ ഇവിടെയൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ആ ഒരു കമാനം നമുക്ക് കാണാം. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വേറെയും ചില കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ വന്ന ദിവസം ടിക്കറ്റ് ചാർജ് ആക്ച്വലി 100 രൂപയായിരുന്നു ഒരാൾക്ക്. ഇന്നത് 50 രൂപയ്ക്ക് കുറച്ചിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപ. 50 രൂപ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. നമ്മളൊരു നേരം ചായ കുടിക്കുന്ന പൈസ അത്രയേ ഉള്ളൂ. ഇത് പവലിയനാണ്. ഈ പവലിയനിലെ കാഴ്ചകളൊക്കെ കണ്ടു വേണം നമുക്ക് അപ്പുറത്തേക്ക് എത്താനായിട്ട്. ഒടുക്കത്തെ തിരക്കാണല്ലോ, ഓടിച്ചുകൂടാം. സമാധാനം. നമുക്ക് കുറച്ച് ശുദ്ധമായി ശ്വസിക്കാം. ഇതാരാ മേലെ കൂടി പോകുന്നത്? ഇത് സിപ്പ് ലൈൻ ആണല്ലേ. സിപ്പ് ലൈനൊക്കെ ഉണ്ട് സാന്താക്ലോസിൻ്റെ അടുത്ത്. ഇത് നമ്മുടെ സാധാരണ റെഡ് മൂൺ ബീച്ചിലെ പതിവ് കാഴ്ചയാണ്. അത്യാവശ്യം ആളുകളൊക്കെ ആയി വരുന്നുണ്ട്. കൊള്ളാലത്, മരത്തിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട്. നമുക്കെന്തായാലും ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ധാരാളം സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഭക്ഷണം, അതുപോലെ തന്നെ ഭക്ഷണമാണ് മെയിൻ. പിന്നെ കുട്ടികൾക്കുള്ള ഓരോ കളിപ്പാട്ടങ്ങളും കാര്യങ്ങൾ, ഐസ്ക്രീം, ഇങ്ങനെയുള്ള സ്റ്റാളുകളൊക്കെയാണ് ഈ 2 ഭാഗത്തായിട്ടുള്ളത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എക്സിബിഷൻ അവർ നടക്കുന്നുണ്ട്. അതെ, പലതരത്തിലുള്ള റൈഡുകളൊക്കെ ദൂരെ നമുക്ക് കാണാം. ജയൻറ്റ് വീലൊക്കെ കറങ്ങുന്നുണ്ട്. അതെ, യെസ്, ഇവിടെ തന്നെ. ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഓക്കെ, പീസ് ഔട്ട്. ഇഷ്ടംപോലെ റൈഡ് ഉണ്ടല്ലോ. ജയൻറ്റ് വീലുണ്ട്, ട്രെയിൻ ഉണ്ട്. ഹായ് ബൈക്ക്. ഇതൊക്കെ റെഡ് മൂൺ ബീച്ചിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ടീം തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് ബീച്ച് സൈഡിലെ കാഴ്ചകൾ കാണാം. മണലാരണ്യം. ഇനി ഈ മണലാരണ്യത്തിൽ കൂടി നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് നടന്നു പോകാം. അങ്ങ് കാണുന്നതാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ട് നമ്മൾ ഒരു 4 വർഷം മുമ്പ് വ്ളോഗ് ചെയ്തതാണ്. റെഡ് മൂൺ ബീച്ചിലെ പതിവ് കാഴ്ചകൾ തന്നെയാണിത്. അതായത് ഇവിടെ ഈ ബീച്ച് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലൊന്നും ഇല്ലാത്ത സമയത്തും ഇവിടെ ഏകദേശം ഇത്ര തന്നെ ആളുകൾ വൈകുന്നേരങ്ങളിൽ കാണാറുണ്ട്. ഇതാരാ നീല ഷർട്ടിട്ട മത്സ്യകന്യകൻ? പട്ടം പറത്തുന്ന കുട്ടികളുണ്ട്, ഫോട്ടോ എടുക്കുന്ന അമ്മച്ചിമാരുണ്ട്. കടലിലേക്ക് ഒരു പണിയില്ലാതെ നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. കടലിലേക്ക് നമ്മൾ എത്ര നോക്കി നിന്നാലും സമയം പോകുന്നതേ അറിയില്ല. ഈ കുതിരയെ ഞാൻ തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിൽ വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വ്ളോഗ് ചെയ്ത സമയത്ത്, ട്രിവാൻഡ്രം വ്ളോഗ് ചെയ്ത സമയത്ത് ചിലപ്പോൾ അവിടെ പെട്ടുപോയിട്ടുണ്ടാകും. അതേ കുതിര. അതിനൊന്നും കുളിപ്പിച്ചിട്ട് പോലുമില്ലല്ലോ. കുതിരക്കാരന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ആർക്കും കുതിര റൈഡിങ് വേണ്ടെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ
ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും ഇഷ്ടം പോലെ പട്ടം പറത്തലുകാരുണ്ട്. ബോട്ട് സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 വർഷം മുമ്പ് ഇവിടെ ബോട്ട് സർവീസ് ഇല്ലാത്തായിരുന്നു. നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മാംഗ്ലൂർ മൽപ്പേ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ ബോട്ടിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഇത് കുഞ്ഞി ബോട്ടാണ്, എന്തായാലും കുഴപ്പമില്ല, ആളുകളൊക്കെ കയറുന്നുണ്ട് അതിനകത്ത്. സൂര്യൻ അങ്ങനെ കടലിൽ താണ് വരുന്നുണ്ട്. ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടിയുണ്ട്, നമുക്ക് ഏതായാലും ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടി ഒന്ന് കാണാം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണല്ലോ ഇപ്പോൾ കേരളത്തിൽ പൊതുവെ ട്രെൻഡായിട്ടൊരു സാധനമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ മുമ്പ് കൊണ്ടുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്താണ് ഇതിങ്ങനെ ട്രെൻഡായി വരുന്നത്. നമുക്കിനി മെല്ലെ അകത്തുള്ള നമ്മുടെ സ്റ്റേജിൻ്റെ അടുത്തുള്ള ചില കാഴ്ചകളൊക്കെ കണ്ടുവരാം. ഓ മൈ ഗോഡ്, ഞാൻ കഴിഞ്ഞ ദിവസം വരുന്ന സ്ഥലമൊക്കെ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ടിക്കറ്റ് ചാർജ് കുറച്ചത് ഫാമിലി ഓഡിയൻസ് പള്ളി കയറാൻ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാനിന്ന് ഏറ്റവും ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യേണ്ടി വരും തോന്നുന്നു. ആളുകളൊക്കെ 4 മണിക്ക് തന്നെ വന്ന് ഇവിടെ കുത്തിയിരുന്നു എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഇരുന്ന് ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഓക്കെ, ഈ മൂലയ്ക്ക് കുത്തിയിരിക്കാം. ഓക്കെ, കിട്ടിപ്പോയി. അപ്പോൾ ഈ ഒരു വ്യൂവിലായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ഉണ്ടായ സാംസ്കാരിക സമ്മേളനവും അല്ലെങ്കിൽ അതിൻ്റെ പ്രസംഗങ്ങളൊക്കെ കുറേ സമയം നീണ്ടു പോയതുകൊണ്ട് തന്നെ പരിപാടി തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ MG അണ്ണൻ പുകയെല്ലാം പറപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ചടപട കൈയടിക്കുന്നുണ്ട്. ഏതായാലും ഇതാണ് ബേക്കൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ 3-ാം ദിവസത്തിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. താങ്ക് യു.